നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസം എന്ന് തോന്നുന്ന ഒരാളെ വിളിച്ചതിന് ശേഷം ഈ ഒരു റോസ് അവർക്ക് കൊടുക്കാം. അതിനുള്ള വ്യക്തമായ ഒരു കാര്യവും പറയാം. അതായത് എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റിയതെന്ന കാര്യം പറയാം. ആൻഡ് നിങ്ങൾക്ക് തീരെ വിശ്വാസമില്ലാത്ത ഒരാളെ വിളിക്കുക, അവർക്ക് ഈ കത്തി കൊടുക്കുക. എന്തുകൊണ്ടാണ് അവരെ നിങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം അഫിയ. അഫിയക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ആരെയാ, ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആരെയാ? ഐ ഡോണ്ട് ട്രസ്റ്റ് രാകേഷ് ഏട്ടൻ. സോ രാകേഷ് ഏട്ടാ വരാം. ആൻഡ് ഏറ്റവും വിശ്വാസമുള്ളത് ശ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ വിശ്വാസം ഇല്ലാത്ത കാര്യം പറയാം. രാകേഷ് ഏട്ടനെ നമുക്ക് നല്ലൊരു മെമ്പറായിട്ട് വിശ്വസിച്ച് ഒന്നും പറയണം എന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി ദ ബേസിക് റീസൺ എന്താന്ന് വെച്ചാല് ആള് ഒരിക്കലും കണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് പലപ്പോഴും എനിക്ക് എന്ത് കാര്യം ഫോർ എക്സാമ്പിൾ 2 days ബാക്ക് ഇൻ ദ എപ്പിസോഡ് രാകേഷ് ഏട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ എന്റെ നാട്ടിലെ കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എക്സ്പോസ് ചെയ്ത് സംസാരിച്ചു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഐ ആം ടൂ മച്ച് കോൺഫിഡന്റ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ ടൂ മച്ച് കോൺഫിഡന്റ് ആണ്. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ നാട്ടുകാരെ ഒരിക്കലും കുറ്റം പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. ഐ വാസ് ജനറലി സെയിങ് ഞങ്ങൾ മാത്രമല്ല അങ്ങനെ ഫോട്ടോച്ചിക്കാരെ കാണുമ്പോ എല്ലാ സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കും, അതാണ് പറഞ്ഞത്. ചെറിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ഹീസ് നോട്ട് എൻ ഒബ്സർവർ. നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ഇത്രയും പേരുടെ ഇടയിൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒബ്സർവ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല, അതാണോ പോയിന്റ്? ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, ജസ്റ്റ് ഇമാജിൻ ആൾക്ക് ഹി ജസ്റ്റ് പ്ലേഡ് എ സേഫ് ഗെയിം. വെറുതെ അവിടെ ഇരിക്കുന്ന എന്നെ വിളിച്ചിട്ട് ഹി ടോൾഡ് ഈ ഒരു റീസൺ കൊണ്ട് ഐ ഫീൽ ഫോർ ഹർ. ആൻഡ് അത് ഈ എപ്പിസോഡ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ആൻഡ് ഐ ആം 100% ഷുവർ അബൌട്ട് ഞാൻ എന്ത് സംസാരിച്ചു എന്നുള്ളത്. He lied, he manipulated. ആ കാര്യത്തില് that's there. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, that is the only thing. That's the only thing. Yeah, because ബാക്കി എല്ലാവരും ഇവിടെ ഭയങ്കര വിശ്വാസമാണ് അഫിയക്ക്. ആരെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. I'm telling it from my heart itself. ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ശ്യാമിനെ വിളിച്ച് അവിടെ നിർത്തിയിരിക്കുന്നത്. I'll tell. ആരെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ I just felt നമുക്ക് ഇവിടെ ഒരാളെ പറയണം, ഐ ട്രസ്റ്റ് എന്ന് പറയണം. അതുകൊണ്ട് വിളിച്ചതാ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യുന്നുള്ളൊരു അല്ല. അപ്പൊ ആദ്യം പറയായിരുന്നല്ലോ എനിക്ക് ഇവിടെ ആരെയും വിശ്വാസം ഇല്ല, പക്ഷെ ഇതൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ വിളിക്കാം, അത് പറഞ്ഞില്ലല്ലോ. അല്ല, കുറച്ച് ഗട്സ് കാണിക്കാം. ഇഫ് യു ഡോണ്ട് ട്രസ്റ്റ് എനിബഡി യു ക്യാൻ ഓപ്പൺലി സേ എനിക്ക് ഇവിടെ ആരെയും വിശ്വാസമില്ല, പക്ഷെ എനിക്ക് ടാസ്ക് ചെയ്യേണ്ടത് കൊണ്ട് ഐ ക്യാൻ കോൾ ശ്യാം. അല്ല, എന്താന്ന് വെച്ചാല് കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യില്ല. ആൻഡ് എവിടെയോ ചെറിയൊരു ഇറ്റ് ഇസ് വെരി 0.5% ട്രസ്റ്റ്. 0.5 out of 100. Out of 100. അപ്പൊ ഇവർക്കൊക്കെ it's 0. I don't trust them anymore. അത് റോസ് കൊടുത്തല്ല, റോസ് അല്ല, എന്തായിരുന്നു, മുള്ള കത്തി. അഫിയ പറഞ്ഞത് വെച്ചാൽ എന്റെ അടുത്തൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്റെ അടുത്ത് എന്താണ് ഷെയർ ചെയ്തിട്ടുള്ളത്? എന്ത് കാര്യം പറഞ്ഞു? ഇവിടെ ഉള്ള ഒരാളുടെ ഒരു കാര്യം ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല. ഞാൻ പറയാൻ ഒറ്റ കേസുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തീർത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവിടെ വന്നിട്ട് ഒരു കാര്യം എന്നോട് ഒരാളും പറയാൻ നിൽക്കട്ടെ, അത് കേൾക്കേമില്ല. താങ്കൾ പറഞ്ഞത് തന്നെയാണ്. താങ്കൾ കൊച്ചിക്കാരത്തി ആയതുകൊണ്ട് എന്നെ അവിടെ ചെന്നപ്പോഴേക്കും തന്നോട് ചോദിച്ചെന്ന് ഷോർട്ട് ഉണ്ടാന്ന്. ഇത് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? നിങ്ങൾ കുറെ നേരം പോയിന്റ് ഷോർട്ട് താനിപ്പോ എന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം. ഓക്കെ, ഇനി ശ്യാമിന്റെ കാര്യം പറയാം. ഷ്യാമിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ 0.5% ഐ ഗിവ് ടു ഹിം. വേറൊന്നും കൊണ്ടല്ല, ആളൊരിക്കലും ഒരു ഹെയ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതോ ഒരു താക്കോലിന്റെ കേസും പറഞ്ഞ ഇപ്പോഴും എല്ലാവരും ആളൊരു വില്ലനായിട്ടാണ് കാണുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേസ് ഹിം എ വില്ലൻ ഇൻ ദിസ് ക്യാരക്ടർ. അപ്പം ഐ ഗിവ് ഹിം എ 0.5% ട്രസ്റ്റ്. 99.5 you hate him. Yeah, I hate him. Okay.